തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അച്ഛനെ കണ്ട സാർ. തന്റെ അച്ഛന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇതിനൊക്കെ തലയിൽ നെല്ലിക്ക തളം വെച്ച് ചികിത്സിക്കണം. വന്ന് വണ്ടി കയറോ. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആരവ്. ഇവനെ അന്വേഷിച്ചാണോ പോലീസ് ഇവിടെ വന്നുപോയത്? ഇവനിപ്പം പോലീസിന്റെ മാത്രമല്ല, മുഴുവൻ നാട്ടുകാരോടെയും പിടികിട്ടാ പുള്ളിയാ. ആരെ ഗേറ്റ് തുറന്നിട്ടെ? എന്താ ഇവിടെ ഗേറ്റ് തുറന്നിട്ട് ആരിവിടെ നിൽക്കരുത്. എല്ലാരും അകത്തോട്ട് പോ. ഞങ്ങൾ ഈ പോസ്റ്റർ കണ്ടിട്ട് വന്ന് നോക്കിയതാ. പോസ്റ്ററോ? ഏ, ഇതാരാ ഇവിടെ പതിച്ചത്? പോലീസാ പതിച്ചിരിക്കുന്നെ. എടാ, ദേ അവരെന്താ അവിടെ കൂടി നിൽക്കുന്നെ? എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ, വാ നോക്കാം. വാ. അയ്യോ, അത് നമ്മുടെ ആരവിന്റെ പോസ്റ്റർ അല്ലേ? പോസ്റ്റർ അല്ല, അത് ആരവിനെ കുറിച്ചുള്ള ലുക്കൌട്ട് നോട്ടീസാ. ഇത് ഇവിടെ തന്നെ കൊണ്ട് പതിപ്പിച്ചല്ലോ. ആളിനെ കുറിച്ച് ചെയ്ത പണിയായിരിക്കും. ഇപ്പൊ തന്നെ വലിച്ചു കയറണം. ഇതിപ്പോ നമ്മൾ ചെയ്യരുത്. നമ്മളിത് ചെയ്താ എല്ലാവരും നമ്മളെ സംശയിക്കും. അതെ, ഇപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാന്നുള്ള ഭാവം പോലും നമ്മൾ കാണിക്കരുത്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയണമല്ലോ. നിങ്ങൾ വാ. അല്ല, ഇവൻ മിനിസ്റ്ററുടെ മോളെ തട്ടി കേസിലെ പ്രതിയല്ലേ? ഈ നോട്ടീസ് ആരാ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചത്? പതിച്ചത് ആരെങ്കിലും ആവട്ടെ, ഇവിടെ എന്തിനീ നോട്ടീസ് പതിച്ചു എന്നാ അറിയേണ്ടത്. അത് നോട്ടീസ് പതിച്ചവർക്കല്ലേ അറിയൂ. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇവിടെ ആരോ മനഃപൂർവ്വം കൊണ്ട് ഒട്ടിച്ചതാ. അമ്പിളി ചേച്ചി, ഇതിവിടെ ആരാ പതിച്ചത്? ആരാ പതിച്ചതെന്ന് ഞാൻ കണ്ടില്ല. പോലീസ് ആയിരിക്കും. പോലീസിന് ഇത് ഇവിടെ തന്നെ പതിക്കേണ്ട കാര്യം എന്താ? അതാടി ഞങ്ങൾക്കും അറിയണ്ടേ. നിങ്ങൾക്കറിയാൻ അത്ര മുട്ടി നിൽക്കുകയാണെങ്കിലേ പോലീസിനോട് പോയി ചോദിക്കേ. പോലീസല്ലേ ഇവിടെ കൊണ്ട് ഒട്ടിച്ചത്. അമ്പിളി ചേച്ചി, ഇതൊന്നും ഹോസ്റ്റൽ ഗേറ്റിൽ പതിക്കാൻ അനുവദിക്കരുത്. അതങ്ങ് കേറി കളഞ്ഞേക്ക്. ഈ പോസ്റ്റർ ഇവിടെ കണ്ടപ്പോ നിനക്ക് എന്താണ് ഇത്ര കലിപ്പ്? കളിപ്പിടാൻ നിനക്ക് ആളോടി. ഇവിടെ ഞാൻ അമ്പിളി ചേച്ചി, ഇപ്പൊ ഞങ്ങക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ഇനി ഈ ബോർഡിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഏയ്, അരുത്. എന്തായി ചെയ്യുന്നേ? തോന്നിയാസം കാണിക്കല്ലേ. ഓടി അവിടെന്ന്. അകത്ത് പുരുഷ നാടകവും പുറത്തീ ബോർഡും. ഇതിവിടെ വേണ്ട. പറഞ്ഞു നിന്നോട് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ മാത്രമാണ് നിനക്കൊക്കെ ഞാൻ പെർമിഷൻ തന്നിട്ടുള്ളത്. ഈ ഹോസ്റ്റലിൽ എന്ത് നടക്കണം നടക്കണ്ടെന്ന് തീരുമാനിക്കാറായോടി നീ? ആണുങ്ങൾ കേറി ഇറങ്ങി നിരങ്ങുന്ന ഈ ഹോസ്റ്റലില് ഈ ബോർഡിന് എന്ത് പ്രസക്തിയുണ്ട് മാഡം? പ്രസക്തി രണ്ടാമത്തെ കാര്യം. ആദ്യം ഈ ബോർഡ് എടുത്തെറിഞ്ഞവർ യഥാസ്ഥാനത്ത് തൂക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്തവർ ഈ ഹോസ്റ്റലിന് പുറത്തു പോകേണ്ടി വരും.
ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഈ നിമിഷം നിങ്ങൾ 3 പേരും ഈ ഹോസ്റ്റലിൽ നിന്ന് എക്സിറ്റ് ആവും. അത് സംഭവിക്കണ്ട എങ്കിൽ ഈ ബോർഡ് എടുത്ത് തൂക്ക്. എടുത്ത് തൂക്കടി. ഇതെന്റെ ഫോട്ടോ ആണല്ലോ. പോലീസുകാർ ഇതിവിടെ തന്നെ പതിപ്പിച്ചത് എനിക്കും കൂട്ടുകാർക്കും പ്രശ്നമാണല്ലോ. ഇവിടെ എല്ലാരും കൂടി നിൽക്കുന്ന എന്തിനാ? ഇവിടെ കോളേജ് റിസൾട്ട് വല്ലതും പതിപ്പിച്ചിട്ടുണ്ടോ? മാഡം, ഇവിടെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ മൊത്തം പ്രശ്നം നടക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസോ?